Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ എപ്പിസോഡ് 12 ആണ്. ഗൈസ്, നിങ്ങളെല്ലാവരും 5-4 ചാപ്റ്റേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്നോട് പറയുന്നത്. പക്ഷേ അതത്ര പോസിബിൾ അല്ല. കാര്യം എനിക്ക് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ അറേഞ്ച് ചെയ്ത് മാത്രമേ എനിക്ക് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ചൊവ്വാഴ്ച തൊട്ട് ഈ വരുന്ന ശനിയാഴ്ച വരെയുള്ള എല്ലാ വീഡിയോസിലും 1.5K ലൈക്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വരുന്ന ഞായറാഴ്ച ഞാൻ വീണ്ടും ഒരു 5 ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പിന്നെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾ പലരും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തില്ല. ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്ക്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് അതൊരു ഗ്രോത്ത് ഒക്കെ ആയിട്ട് മാറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പേജ് നമുക്കൊന്ന് വളർത്താൻ. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആശ്ര ഗിൽഡും നമ്മുടെ സ്കാവൻഡർ ഗിൽഡും കൂടെ ആ ഒരു ബാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടും പറയുന്നുണ്ട്, സോ ആശ്ര ഗിൽഡ് ആ പുതിയ 100 ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തല്ലേ, അതിന് നമുക്കിപ്പോൾ എന്താടാ, നമ്മൾ അവരെക്കാട്ട് സ്ട്രോങ്ങറാണ്, അവരെക്കാട്ട് കൂടുതൽ ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ബാറ്റിൽ ജയിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന സുഹ പറയുകയും ചെയ്യും, അതിന് ഞാൻ എൻ്റെ ഫുൾ പവറോടെ റിവീൽ ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഏറ്റവും പുതിയ സവണെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ഏറ്റവും പുതിയ ഷാഡോ സോൾജേഴ്സാണ് അവിടേക്ക് വന്നത്. അതായത് റീസെൻ്റ്ലി സുഹ കുറേയധികം ഗേറ്റ്സ് ക്ലിയർ ചെയ്തല്ലോ, അവിടുന്ന് കിട്ടിയ സോൾജേഴ്സിനൊക്കെ അവൻ ഷാഡോ സോൾജേഴ്സാക്കി മാറ്റിയിരുന്നു. അതാണ് ഇപ്പോൾ അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ലിയോ ആട്ട സർപ്രൈസ് ആയിട്ട് നിൽക്കുവാണ്. കാര്യം പറ്റുന്നില്ല, ഓൾറെഡി അവനൊരു കാര്യം മനസ്സിലായി. സുഹ എന്ന് പറയുന്നത് ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ അതേ അവൻ്റെ സമണറുമായിട്ടുണ്ട്. അത് മാത്രമല്ല അവൻ 1-2 സമൺസിനല്ല ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ സുഹ പറയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും കയറിയല്ലോ. ഈ സമയത്ത് അവൻ്റെ ഏറ്റവും പുതിയ ഷാഡോ സോൾജേഴ്സ് ഉണ്ടല്ലോ, അവർ നമ്മുടെ സ്കാവൻഡർ ഗിൽഡിന് കുറച്ചധികം ഹാർഡായിട്ടുള്ള ടൈമിംഗ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ റാൻഡോൾഫ് അടുത്ത സെക്കൻഡിൽ തന്നെ ആ വെപ്പൺ എടുത്തുകൊണ്ട് അവിടേക്ക് ചാടി ആ ഷാഡോ സോൾജേഴ്സിനെ ഒറ്റൊരു അറ്റാക്ക് കൊണ്ട് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എടാ പയ്യ, നീ കുറേയധികം ഹൈഡ് ചെയ്യുന്നുണ്ട്, എന്നാലും ഇതെനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. യങ് മൊണാർച്ച്, അവനൊന്ന് സൂക്ഷിക്കണം. അവൻ ഓൾറെഡി താങ്കൾ സ്ട്രഗിൾ ചെയ്ത് ഡിഫീറ്റ് ചെയ്ത ആ ഒരു മോൺസ്റ്ററിനെയാണ് ഇപ്പോൾ ഡിഫീറ്റ് ചെയ്തത്. അത് ഒറ്റൊരു അറ്റാക്ക് കൊണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അവൻ തന്നെയാണ്. ഈ സമയത്ത് ഗ്രേയും ഇസയിലും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുഹ പറയുന്നുണ്ട്, ഗ്രേ കറക്റ്റ് ടൈമിലാണ് വന്നത്, നമുക്ക് എന്തായാലും നമ്മുടെ ബോണ്ട് സ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇസയിൽ പറയുന്നുണ്ട്, യങ് മൊണാർച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുമോ, നമുക്ക് എൻ്റെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല, അതുമല്ല ഇതൊരു കോമ്പാറ്റ് ഫീൽഡ് അല്ലേ, നമ്മളിപ്പോൾ അത് നോക്കണോ. യങ് മൊണാർച്ച് കഷ്ടമുണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് അവളുടെ പുറകിൽ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ അന്ന് കുറേയധികം മോൺസ്റ്റേഴ്സ് അവിടേക്ക് വരുന്നുണ്ട്. ഈജിപ്ഷ്യൻ മോൺസ്റ്റേഴ്സ് ആയിരുന്നു കൂടുതലും. കോപ്പ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒച്ച കെട്ടി ഇവന്മാർ ഇവിടേക്ക് വന്നു, ഇനി ഇവന്മാരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമല്ലോ. ഈ സമയത്ത് നമ്മുടെ റാൻഡോൾഫ് മനസ്സിൽ പറയുന്നുണ്ട്, 100 മോൺസ്റ്റേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. സോ എനിക്കിപ്പോഴാണ് ബോസ് പറഞ്ഞ ആ ഒരു പ്രൊഫസിനെ പറ്റി മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഡെഡ് എന്ന് ഉദ്ദേശിച്ചത് ഈ കാണുന്നവരായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബീയിങ് എന്ന് ഉദ്ദേശിച്ചവൻ ഉറപ്പായിട്ടും ഈ ഒരു ഡഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കാണും. അവൻ എങ്ങനെ പോലും കണ്ടുപിടിച്ചാൽ പറ്റത്തുള്ളൂ. ബോസ് പറഞ്ഞത് ഇതിൻ്റെ ഓണർഷിപ്പ് മാത്രം എടുക്കാനാണ്. പക്ഷേ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗിഡ്സ് ഉറപ്പായിട്ട് ഇവിടേക്ക് വന്ന് അത് കയ്യേറും. എന്തായാലും ഇനി ബാക്കിലേക്ക് പോകുന്നത് ഒട്ടും നല്ലതല്ല. കാര്യം ഇവിടെ സ്ട്രോങ്ങറായുള്ള പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അകത്തേക്ക് പോകണമെന്ന് ഇനി ആലോചിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, സ്കാവൻഡറിലുള്ള എല്ലാവരും നേരെ അകത്തേക്ക് പോവാ, നമ്മൾ എന്തായാലും അകത്തേക്ക് പോകാൻ പോവാണ്, അതും ബോസിന്റെ റൂമിലേക്ക്. ഇത് കേൾക്കുന്ന ലിയോ കിടന്ന് കാണുന്നുണ്ട്, അവന്മാരെ തന്നെ സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം അവനെ ഈ കാണുന്ന 100 മോൺസ്റ്റേഴ്സ് തടഞ്ഞു വെച്ചിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ സുഹ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ റിവാർഡ് കിട്ടത്തില്ല. അടുത്ത സെക്കൻഡ് തന്നെ ഗ്രെയിൻ അവനെ വിളിച്ച് അവൻ്റെ ഒരു ബോൺ സ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയുള്ള കുറേയധികം മോൺസ്റ്റേഴ്സിനെ നിമിഷം നേരം കൊണ്ട് അവനങ്ങോട്ട് ഡിഫീറ്റും ചെയ്യുന്നുണ്ട്. ലിറ്ററലി അവിടെ ഒരു മാസക്കർ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ലീവിന് തന്നെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ സുഹ പറയുന്നുണ്ട്, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞതിന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവന്മാരോട്ട് ക്യാച്ചപ്പ് ചെയ്യാനുള്ളതാണ്. അവൻ ഓൾറെഡി സമൺ ചെയ്ത് ഇപ്പോൾ അവൻ മെർജൻ ചെയ്തിരിക്കുന്നു. സുഹോ, സത്യം പറഞ്ഞാൽ നീ ആരാണെന്ന് അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്കാവൻഡർ ഗിൽഡിലുള്ളവർ അകത്തുള്ള മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്നതാണ്. അവൻ പറയുന്നുണ്ട്, ആ പയ്യനെ എൻ്റെ മനസ്സിന്ന് പോകുന്നില്ല, അവനോട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് ഈ മരണത്തിന് ഉയർത്താൻ പറ്റുന്ന ആ ഒരു പവർ ഞാൻ കൈക്കൊള്ളണം. അങ്ങനെ അവർ ആ ബോസിൻ്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അവരത് തുറക്കുന്നുണ്ട്. ആ തുറന്നകത്തേക്ക് കയറിയപ്പോൾ അവർ കാണുന്നത് ഒരു മോൺസ്റ്ററിനെ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. സോ ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ബോസ്. അല്ല, ഇവനെന്നാ ഉറങ്ങുവാണോ, ഇവൻ എന്താണ് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കണമെന്ന് കാര്യം മനസ്സിലാകുന്നില്ല. പക്ഷേ പ്രൊഫസർ വെച്ച് നോക്കാനടുത്ത് ചിലപ്പോൾ ഇവനായിരിക്കും ആ ഒരു സീൽ. ഇവനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സീലും ചിലപ്പോൾ ബ്രേക്ക് ചെയ്യും. ഈ സമയത്ത് ആ ഒരു മോൺസ്റ്റർ സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ അത് മോൺസ്റ്റർ ലാംഗ്വേജ് ആയിരുന്നു, അവർക്ക് മനസ്സിലാകുന്നില്ല. അവൻ ചോദിക്കുന്നുണ്ട്, നീ മോൺസ്റ്റർ ലാംഗ്വേജ് അല്ല സംസാരിക്കുന്നത്. പക്ഷേ അവനൊന്നും മിണ്ടുന്നില്ല. അടുത്ത സെക്കൻഡ് തന്നെ അവിടെയുള്ള ആ ചെയിൻ, അതായത് അവനെ പൂട്ടിരുന്ന ചെയിനൊക്കെ അവൻ വലിച്ച് പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ റാൻഡോൾഫ് പറയുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടി റെഡി ആക്കിക്കോ. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ അവൻ ആ ചെയിൻസൊക്കെ വെച്ചുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവിടെ
എല്ലാവരും അവൻ വലിച്ചിട്ട് കീറുന്നുണ്ട്. റാൻഡോൾഫ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും തന്നെ അവിടെ മരിച്ചു വീണിരിക്കുവാണ്. ഇതെന്തുവാണ്, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കൂടെ വന്നവരെല്ലാവരും ടാങ്ക്സ് ആയിരുന്നു. അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി തന്നെ ടഫ്നെസ് ആണ്. എന്നാൽ അവരെയാണ് വളരെ എളുപ്പത്തിൽ വെറും ചെയിൻസ് കൊണ്ട് അവൻ അറ്റാക്ക് ചെയ്ത് കൊന്നു കളഞ്ഞത്. അത് കഴിയുമ്പോൾ ആ ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ റാൻഡോൾഫിന് ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഇത് കണ്ടപ്പോൾ അവന് രണ്ട് കാര്യം മനസ്സിലായി. ഒന്ന്, ആ മോൺസ്റ്റർ അവനെ മോക്ക് ചെയ്യുവാണ്. രണ്ടാമത്തത്, അവനോട് അടുത്തൊരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ മോൺസ്റ്റർ പറയുവാണ്. എന്നാൽ ഇത് കണ്ടപ്പോൾ അവന് നന്നായിട്ട് തന്നെ ദേഷ്യം വന്നു. തൻ്റെ ഫുൾ പവർ എടുത്തുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കിൻ്റെ പവർ കാരണം ആ സ്ഥലം മുഴുവൻ കിടന്ന് കുലുങ്ങുന്നുണ്ട്. പക്ഷേ ആ ഒരു മോൺസ്റ്ററിൻ്റെ ശരീരത്ത് ചെറിയൊരു സ്ക്രാച്ച് പോലും വീണില്ല. ഞാൻ എൻ്റെ ഫുൾ പവറാണ് യൂസ് ചെയ്തത്, എന്നിട്ട് അവനൊന്ന് അനങ്ങിയത് പോലും ഇല്ല. എന്നിട്ട് എന്തൊക്കെ ആ ഒരു മോൺസ്റ്റർ പറയുന്നുണ്ട്. പക്ഷേ റാൻഡോൾഫിന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അവൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കും മാസ്റ്റർ, ഞാൻ താങ്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഈ മാസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് മറ്റാരുമല്ല, നമ്മുടെ തോമസിനായിരുന്നു. എന്നിട്ട് അവനൊരു പഞ്ച് അങ്ങാട്ട് ചെയ്യുന്നുണ്ട്. ആ പഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. റാൻഡോൾഫിൻ്റെ ശരീരം പൊട്ടിപ്പൊളിഞ്ഞു പോയി. അവൻ നേരെ മുകളിൽ വന്ന് മരിച്ചും പോകുന്നുണ്ട്. കോപ്പ് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ കണ്ടതല്ലായിരുന്നു. അതുപോലെ ഒന്ന് കളിച്ചപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഇതിൻ്റെ പുറത്ത് കുറച്ചധികം ജീവനുള്ള വസ്തുക്കളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നെ കാണിക്കുന്നത് പുറത്തെ ശിശുവാണ്. അതായത് നമ്മുടെ സുഖോ അവിടെയുള്ള 100 മോൺസ്റ്റേഴ്സിനെ എല്ലാവരും വലിച്ചിട്ട് കീറുന്നുണ്ട്. പക്ഷേ അവനൊരു കാര്യം മനസ്സിലായി, ഇവന്മാർക്ക് ഒരിക്കലും അന്ത്യമില്ല. അവന്മാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ആ സമയത്ത് അവൻ ബാക്കിയുള്ള സോൾജേഴ്സിനെ, അതായത് ബാക്കിയുള്ള മരിച്ചു കിടന്നവരെ അവൻ്റെ ഷാഡോ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അത് നടക്കുന്നില്ലായിരുന്നു. കാര്യം അവർ പഴയ മോൺസ്റ്റേഴ്സാണ്, അതായത് പണ്ടത്തെ സോൾസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സുഖോ പറയുന്നുണ്ട്, കോപ്പ്, ഈ ഒരു പവറിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, ഞാൻ ഇത്ര റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ലായിരുന്നു. എന്നാൽ അടുത്ത സെക്കൻഡ് സുഖോ നിന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് പൊട്ടിപ്പൊളിയാൻ തുടങ്ങും. അതായത് തറ. എന്നിട്ട് ഒരു ഭൂമി വിൽക്കം പോലും ഉണ്ടാകുകയാണ്. എല്ലാവർക്കും എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു മോൺസ്റ്റർ നേരെ മുകളിലേക്ക് വരുന്നതാണ്. അത് മറ്റൊന്നുമല്ല, സെൻറ്റിഫൈഡ് മോൺസ്റ്റേഴ്സ് ആയിരുന്നു. അവരായിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു അടുത്ത സെക്കൻഡ് തന്നെ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെല്ലാം അത് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഇസൽ ചാടി വന്ന് അതിനിട്ട് ഒരു അറ്റാക്ക് ചെയ്യും. പക്ഷേ അവളുടെ അറ്റാക്കിന് പോലും അതിൻ്റെ മേത് ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാര്യം അത്രയ്ക്ക് ടഫായിരുന്നു അവർ. സുഹോ, നമ്മളിവിടെ ഇരിക്കുന്നത് ഒട്ടും സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. കാര്യം ആ സ്കാവൻഡറുകളിലെ നായകളെല്ലാവരും ഇവിടുത്തെ ആ ഒരു റൈറ്റ്സ് സ്റ്റോൾ ചെയ്യാൻ നോക്കി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിൽക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. ഈ ഒരു കാര്യം സുഹോയും എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ അവനും പറയുന്നുണ്ടെങ്കിൽ കൂടി അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ക്വസ്റ്റ്യാണ്. കാര്യം ഡയമെൻഷണൽ ക്രാക്ക് എങ്ങനെയെങ്കിലും അവന് റിസോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ സമയത്താണ് അവിടേക്ക് ഒരു കാല് വരുന്നത്. ഈ ഒരു കാല് വന്നപ്പോൾ തന്നെ ലിയോന് എന്തോന്നും സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് ഒരു മോൺസ്റ്ററും പുറത്തേക്ക് വരും. ലിയോ കിടന്ന് കാറുന്നുണ്ട്, ഈ മോൺസ്റ്റർ എന്താണ് പുറത്തേക്ക് വരുന്നത്, അതിനർത്ഥം സ്കാവൻഡറുകളുള്ള എല്ലാവരും. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ സുഹുവിൻ്റെ മനസ്സിലേക്ക് ഒരേ ഒരു കാര്യമാണ് വന്നത്. ഇത്ര നാൾ അവൻ ലെവലപ്പ് ആയപ്പോഴും, ഇത്ര നാൾ അവൻ ഫൈറ്റ് ചെയ്തപ്പോഴും, ഇത്ര നാൾ പല ബാറ്റിൽ അവൻ പങ്കെടുത്തപ്പോഴും കിട്ടാത്ത ഒരു ഫീല് അവൻ ഇന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അവൻ്റെ സെൻസസ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കേവലം ഒരു എനിമി മാത്രമല്ല, പകരം ഒരു മരണം തന്നെയായിരുന്നു. അവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു റെഡ് നെയിമുള്ള മോൺസ്റ്റർ ഒരു കലാമിറ്റി ആയിരുന്നു. അടുത്ത സെക്കൻഡ് അമഴെന്ന് പറഞ്ഞ ആ ഒരു മോൺസ്റ്റർ കിടന്ന് കാറുന്നുണ്ട്. ഇതേ കേൾക്കുന്ന ബാക്കിയുള്ള 100 മോൺസ്റ്റേഴ്സ് അവരുടെ ജീവനം കിടന്ന് ഓടുന്നുണ്ട്. ഈ ഒരു വോയിസ് അവൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഇസൈലിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചു. അവൾ പറയുന്നുണ്ട്, ആ മോൺസ്റ്റേഴ്സ് ഇവ ഡിസപ്പിയർ ചെയ്യാനല്ലേ പറഞ്ഞത്, അതെല്ലാം ഈ മമ്മീസ് കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ പെട്ടെന്ന് അമ്മട്ട് അവളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ സുഹൃക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമില്ലായിരുന്നു. അവൻ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ ലാംഗ്വേജ് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, നീ മോൺസ്റ്റർ ലാംഗ്വേജ് അല്ല സംസാരിച്ചത് നീ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ, ഞാനും ഡീമൺ റേസിലെ ഒരാളാണ്. ഡീമൺ റേസിലെ ഒരാളോ? ഞാൻ എത്ര നാളായി അങ്ങനെ ഒരാൾ കണ്ടിട്ട്. ഇവിടെ ആയിട്ട് മുഴുവൻ ഈ ബുദ്ധിയില്ലാത്ത അണ്ടരാള മോൺസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് കാണുന്ന അവൾ പറയുന്നുണ്ട്, ഇവൻ കാണുന്ന പോലെയൊന്നുമല്ല, കുറച്ചധികം ഫ്രണ്ട്ലിയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു അവരുടെ അടുത്തേക്ക് ആ ഒരു സെൻറ്റിഫൈഡ് മോൺസ്റ്റർ വരുന്നത്. നമ്മുടെ അമ്മട്ടായിട്ട് തൻ്റെ കൈയൊന്ന് വീശുന്നുണ്ട്. ആ വീശുന്ന ഒരു പവർ കൊണ്ട് മാത്രം ആ ഒരു മോൺസ്റ്റർ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോയി. അവൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാര്യം അവളുടെ അറ്റാക്ക് കൊണ്ട് ഒരു സ്ക്രാച്ച് പോലും ഇടാൻ പറ്റാത്ത മോൺസ്റ്ററാണ് ഇതുപോലെ ചത്തത്. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള നിങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് പറയുകൊണ്ട് അവൻ നേരെ അവിടെ നിന്നെടുത്ത് ചാടുവാണ്. അടുത്ത സെക്കൻഡ് തന്നെ നേരെ പോയി ഒരു മോൺസ്റ്ററിനെ കൊല്ലുന്നുണ്ട്. സുഹോ വീണ്ടും ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. കാര്യം അവൻ ആദ്യമായിട്ടാണ് ഒരു മോൺസ്റ്റർ മറ്റൊരു മോൺസ്റ്ററിനെ കൊല്ലുന്നത് കാണുന്നത്. എന്നിട്ട് പെട്ടെന്നൊരു മോൺസ്റ്റർ വന്ന് നമ്മുടെ അമ്മട്ടിനെ കഴിക്കുന്നുണ്ട്. പക്ഷേ ആ കഴിച്ചടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ വാ പൊട്ടിത്തെറിച്ച് അവൻ നേരെ പുറത്തേക്ക് വരുവാണ്. അവനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കളയുന്നുണ്ട്. അവൻ കൊന്ന ആ ഒരു മോൺസ്റ്ററിൻ്റെ ചോരയിൽ കുളിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, എനിക്കല്ലെങ്കിലും ബഗ്സിനെ ഇഷ്ടമല്ല.
ഈ സമയത്ത് ലിയോ ഒക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അവൻ പറയുന്നുണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ആ ഒരു സെൻറ്റിപ്പോയിഡ് മോൺസ്റ്ററിനെ അവൻ കൊന്നത്. എല്ലാവരും പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് ഇതൊരു C to B റാങ്ക് ടെൻഷൻ ആണല്ലോ, പക്ഷേ ഇതങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന അവൻ പറയുന്നുണ്ട് സോ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത മോൺസ്റ്റേഴ്സും ഇവിടെ ഉണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നേരെ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുവാണ്. അവനൊരു കാര്യം മനസ്സിലായി, അവൻ തൻ്റെ മരണം തൊട്ടു ഫ്രണ്ടിൽ കണ്ടെന്ന്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ സുഹോ അവിടേക്ക് കയറി അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്നും പറഞ്ഞ് ഒരാളെ കൊല്ലുന്നത് അത് അത്ര നല്ല റീസൺ ഒന്നുമല്ല, നിനക്ക് സെൻസ് ഒന്നും ഇല്ലടാ. സോ ഞാനോട്ട് സംസാരിക്കാൻ പറ്റുന്ന മനുഷ്യനും ഉണ്ടല്ലേ, നീ എന്താ പറഞ്ഞ സെൻസാ, അതിനെപ്പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ച് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് സുഹോ പോയി ഒരു മതിലിടിച്ച് ചോര ഛർദ്ദിച്ച് നേരെ താഴത്തേക്ക് വീഴുവാണ്. ഇത് കാണുന്ന ഇസലിന് ദേഷ്യം വരുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നായെ നീ എന്തുവാണ് ഞങ്ങളുടെ യങ് മൊണാർച്ചിന് ചെയ്തത്? സോ അവൻ നിൻ്റെയും കമ്പാനിയനായിരുന്നോ? ഞാനതിൽ ക്ഷമിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ ഞാൻ നിന്നെ കൊല്ലത്തില്ല. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. ആദ്യത്തേത്, ഷാഡോ മൊണാർക്കും ബാക്കിയുള്ള മൊണാർക്സുള്ള യുദ്ധം കഴിഞ്ഞോ? ആര് ജയിച്ചു? ഇത് കേൾക്കുന്ന ഇസിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവൾ മനസ്സിൽ പറയുന്നുണ്ട്, ഷാഡോ മൊണാർക്കും ബാക്കിയുള്ള മൊണാർക്സുള്ള യുദ്ധമോ? ഇവൻ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ഇവൻ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ? ഈ സമയത്ത് അവളൊന്നും മിണ്ടാത്തത് കൊണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, എന്തേ നീ ഉത്തരം പറയുന്നില്ലേ? നീ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിലും നീ ഒരു മോൺസ്റ്റർ ആണെങ്കിലും നീ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നില്ലെങ്കിൽ നിനക്കും വലിയ മാറ്റമൊന്നുമില്ല, നീയും ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കാലുയർത്തുന്നുണ്ട് അവളെ കൊല്ലാനായിട്ട്. ഈ സമയത്ത് സുഹോ തൻ്റെ ഉള്ള ജീവൻ കൊണ്ട് എങ്ങനെയൊക്കെ സ്റ്റാറ്റസ് റിക്കവർ എന്ന് പറയുന്നുണ്ട്. അടുത്ത സെക്കൻഡ് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് സുഹോ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നല്ല കാര്യം, ഞാൻ എൻ്റെ ഡെയിലി ക്വസ്റ്റിൻ്റെ റിവാർഡ്സ് ഒന്നും ഇതുവരെ തൊട്ടില്ലായിരുന്നു. നീ എന്താണ് പറഞ്ഞത്? ആ ഗ്രേറ്റ് വാറിനെ പറ്റിയല്ലേ? എനിക്കറിയാം, അതിനുള്ള ഉത്തരം ഞാൻ നിന്നോട് പറയാം. ഷാഡോ മൊണാർക്കിൻ്റെ കൈ കൊണ്ട് അന്നുണ്ടായിരുന്ന എല്ലാ മൊണാർക്സും മരണപ്പെട്ടിരിക്കുന്നു. എന്ത്? നീ പറയുന്നത് സത്യമാണ്? ഈ സമയത്ത് എസിൽ കിടന്ന് കാണുന്നുണ്ട്. യങ് മൊണാർക്ക്, താങ്കൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നീ ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയുന്നല്ലോ, നീ പറഞ്ഞത് സത്യമാണോ? ആ ഒരു യുദ്ധം കഴിയുന്നത്ര നാൾ ഞാനിവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണോ? അത് സത്യമാണ്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇവൻ ആ യുദ്ധത്തിനെ പറ്റി തിരക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവൻ ഏതെങ്കിലും ഒരു മൊണാർക്കിൻ്റെ കിന്നാകാനായിരിക്കും ചാൻസ് കൂടുതൽ. ഈ അലിഗേറ്റർ മോൺസ്റ്റർ എങ്ങനെ നോക്കിയാലും ഒരു S റാങ്കാണ്. അവനോട്ട് ഇപ്പോൾ ചുമ്മാ ഫൈറ്റ് ചെയ്യണത് ഉറപ്പായിട്ടും മരണം തന്നെയായിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മറ്റൊരെന്തെങ്കിലും വഴി നോക്കണം. സോ അതിനർത്ഥം ഷാഡോ മൊണാർക്ക് ആ യുദ്ധം തീർത്തെന്നാണല്ലേ? അവൻ എല്ലാ മൊണാർക്കിനെ കൊന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും മൊണാർക്ക് ഓഫ് ദി അയൺ ബോഡിനെ കൊന്നു കാണുമല്ലോ. സോ അങ്ങനെയാണല്ലേ? എന്നിട്ട് പുള്ളിക്കന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ ദേഷ്യം എന്ന് അവൻ്റെ കൈയും പൊക്കിക്കൊണ്ട് സുഹോയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.